എല്ലാവർക്കും നമസ്കാരം. 1 പത്രോസ് 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഇന്നത്തെ ഈ കാലഘട്ടത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ പല വിധത്തിലുള്ള ചിന്താകുലങ്ങളിൽ മുഴുകിയിരിക്കുന്നവരായി. എന്ന് വെച്ചാൽ നമ്മൾക്ക് ടെൻഷൻസ് ആണ് അല്ലേ? എല്ലാവർക്കും ടെൻഷൻസ് ആണ്. ജീവിതത്തെക്കുറിച്ച് ടെൻഷനാണ്, കുടുംബജീവിതത്തെക്കുറിച്ച് ടെൻഷനാണ്, തലമുറകളെക്കുറിച്ച് ടെൻഷനാണ്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ടെൻഷനാണ്, ഭാവിയെക്കുറിച്ച് ടെൻഷനാണ്, ജോലിയെക്കുറിച്ച് ടെൻഷനാണ്. പല വിധത്തിലുള്ള ടെൻഷനും ചിന്താകുലങ്ങളും അല്ലെ? എന്തായിത്തീരും എന്നുള്ള ഒരുപാട് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ മനസ്സിലോട്ട് ഓരോ ദിവസവും കടന്നു വരുന്നത് അല്ലെ? പക്ഷേ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ചിന്താകുലങ്ങളൊക്കെ എന്ത് ചെയ്യണം? എൻ്റെ മേലങ്ങ് ഇട്ട് തന്നേക്ക് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മേലങ്ങ് ഇട്ട് കൊടുത്തേക്കാൻ, ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തേക്കാൻ ദൈവം എന്ത് ചെയ്യും? നമ്മൾക്ക് വേണ്ടി കരുതുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അല്ലാതെ നമ്മൾക്ക് പറ്റിയരാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ദൈവം പറഞ്ഞത്, ദൈവത്തിനെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മളെ കൊണ്ട് പ്രവർത്തിക്കുവാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്, ഒരു ലിമിറ്റുണ്ട്. എന്നാൽ ലിമിറ്റില്ലാതെ, അതിരുകളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം അല്ലെ? ഒരു പാട്ടുണ്ടല്ലോ, അതിരുകളില്ലാത്ത സ്നേഹം അല്ലേ? അപ്പോൾ ഈ അതിരുകളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന, അതിരുകളില്ലാതെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ആര്? നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളുടെ ചിന്താകുലങ്ങൾ, അമിതമായ ഈ ചിന്താകുലങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. പലപ്പോഴും നമ്മളുടെ ഈ ചിന്തകൾ അധികരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്? നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റാതെ വരും, നമ്മൾക്ക് ജീവിതത്തോട് മടുപ്പുണ്ടാകും, നമ്മൾക്ക് ജോലി ചെയ്യുവാൻ പറ്റാതെ വരും, പഠിക്കുവാൻ പറ്റാതെ വരും, പ്രാർത്ഥിക്കുവാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ചിന്തകളിലൂടെയാണ് ആര് പ്രവർത്തിക്കുന്നത്? പൈശാചിക മണ്ഡലം പ്രവർത്തിക്കുന്നതൊക്കെ അവൻ പല വിധത്തിലുള്ള ചിന്തകൾ നമ്മളുടെ മേൽ കൊണ്ടിട്ടിട്ട് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുവാൻ, അതായത് നമ്മൾ നല്ല ഊർജ്ജസ്വലതയോടെ മുൻപോട്ട് പോകാതെ നമ്മളെ തളർത്തിയിട്ട്, നമ്മുടെ ശരീരത്തെ തളർത്തി, മനസ്സിനെ തളർത്തി നമ്മളെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടിടുവാനാണ് ആര് ശ്രമിക്കുന്നത്? ഈ പിശാച് ശ്രമിക്കുന്നത്. അപ്പോൾ പിശാച് ഏത് രൂപത്തിലാണ് കളിക്കുന്നത്? നമ്മളുടെ മേൽ പല പല ചിന്തകൾ കൊണ്ടിടും. ഓർക്കുക, ഈ ചിന്തകൾ കൊണ്ടിട്ട് അതിങ്ങനെ ക്രിയ ചെയ്ത് എന്ത് സംഭവിക്കും? നമ്മൾക്കൊന്നും ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥ വരും, നമ്മൾക്ക് ടെൻഷൻസ് വരും. ഇനി പല രോഗങ്ങളുടെ പിന്നിൽ പോലും എന്താണ്? ഈ അമിതമായ ചിന്താകുലങ്ങളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കർത്താവിന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളും. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒരു സഹോദരി എന്നോടൊരു പ്രയർ റിക്വസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സഹോദരി പറഞ്ഞത് 2 പ്രാവശ്യം ക്യാൻസർ സർവൈവർ ആയിരുന്നെന്നാണ് പറഞ്ഞത്. 2 പ്രാവശ്യം ക്യാൻസർ സർവൈവറാണ് ആ പുള്ളിക്കാരത്തി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അവർ എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടല്ല, അവർ വേറെ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള പ്രയറാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓർക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഇവിടെയൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഇവിടെ നമ്മൾക്ക് ഇതുപോലത്തെ രോഗങ്ങൾ, ഇങ്ങനത്തെ എന്ന് വെച്ചാൽ ചികിത്സയില്ലാത്ത രോഗങ്ങൾ, നമ്മൾ ഭയപ്പെടുന്ന ചില രോഗങ്ങൾ, ചില അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം? അത് ദൈവത്തിൻ്റെ കരത്തിലോട്ടങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഈ രോഗമാണെങ്കിലും ഈ അവസ്ഥയാണെങ്കിലും എന്തുമാകട്ടെ, അതിൻ്റെ ദൈവം അറിഞ്ഞിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് വന്നിരിക്കുന്നത്. ദൈവം അറിയാതെ ഒരു ദൈവവേദനെ ആർക്കും തൊടുവാൻ പറ്റത്തില്ല കേട്ടോ. ദൈവം അറിഞ്ഞിട്ടേ എന്തെങ്കിലും ഒന്ന് സംഭവിക്കത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളത് ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമേ, എൻ്റെ ഈ രോഗാവസ്ഥയെ, ക്ഷീണാവസ്ഥയെ, അല്ലെങ്കിൽ എൻ്റെ ടെൻഷൻസ്, എൻ്റെ ഡിപ്രഷൻ, എൻ്റെ അമിതമായ ചിന്താകുലങ്ങൾ, എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വേവലാതികൾ, ആവലാതികൾ, എൻ്റെ തലമുറയെക്കുറിച്ചുള്ള വേവലാതികൾ എല്ലാം ദൈവമേ ഞാൻ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്വസ്ഥമാക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കും? ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിന്താകുലങ്ങളൊക്കെ എൻ്റെ മേലിട്ടിട്ട് അങ്ങ് പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്? അല്ല, എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ നിങ്ങൾക്കായിട്ട് കരുതുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ചിന്താകുലങ്ങളും നമ്മളുടെ വേവലാതികളും ടെൻഷൻസും എല്ലാം നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അതിനെ കൗണ്ട് ചെയ്യുന്ന ദൈവമല്ല, ദൈവം അതിന് പ്രതിവിധി തന്ന് നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഈ ഒരു വചനം നമ്മളുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ തുടങ്ങിയാൽ എന്താണെന്നറിയാമോ, നമ്മളുടെ ജീവിതം ഭയങ്കര റിലാക്സ് ആകുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തുമാകട്ടെ ദൈവം ചിലത് നമ്മൾക്ക് വേണ്ടി കരുതും, അല്ലേ? ചിലതല്ലത് എല്ലാം ദൈവം നമ്മൾക്ക് വേണ്ടി കരുതും. നമ്മൾക്ക് വേണ്ടുന്നതൊക്കെ ദൈവം ഒരുക്കി തരും. അത് തന്നെയല്ലേ ആ വചനത്തിൻ്റെ അർത്ഥം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകില്ല. അല്ലെങ്കിൽ ചിലതൊക്കെ നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്നാണോ? അല്ലേ അല്ല, സകലതും നമ്മൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം, അതാത് ജീവിതത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമ്മൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടാണ് ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നത്, ഈ വചനം നമ്മളോട് ഇടപെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വചനം നമ്മൾക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ അലട്ടുന്ന കുറേ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വചനം റിപ്പീറ്റഡ് ആയിട്ടങ്ങ് പറയുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ പേരിട്ട് ഒളിവിൻ എന്ന് പറഞ്ഞിട്ട് ഈ വചനം നമ്മളങ്ങ് റിപ്പീറ്റഡ് ആയിട്ട് പറയണം. ഞാൻ എപ്പോഴും മിക്ക വീഡിയോകളിലും പറയാറുള്ളത് പോലെ വചനം എന്താണ്? വചനം ദൈവമാണ്. വചനം ക്രിയ ചെയ്യും. ആ വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു ദൈവം ചിലരുടെയൊക്കെ ഹൃദയങ്ങളിൽ അതങ്ങൊന്ന് ആഴത്തിൽ പതിയുവാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വചനം പറയുക. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ വിടുതൽ ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാതെ എന്താണ്, നമ്മൾക്ക് വേറെ എവിടുന്നും ഉദ്ധാരണം വരത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെ ഉദ്ധാരണം നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ. ആ ഉദ്ധാരണം നമ്മൾക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ആ വചനത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് ആ വചനം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഫൈനലി ഒന്നും കൂടെ ഞാൻ പറയട്ടെ, നമ്മളുടെ പോയിന്റ് എന്താണ്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.